അപ്പോൾ നമ്മുടെ അടുത്തൊരു കോളേജിൻ്റെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. KLC റൗണ്ട് സെറ്റ് 0022 കുറച്ച് ദിവസങ്ങളെടുത്തു തീരാനായിട്ട്. ഏകദേശം ഒരു 11 മാസത്തോളമായി നമ്മുടെ കയ്യിൽ വന്നിട്ട്. ഏറ്റവും ഫസ്റ്റൊക്കെ വന്ന വണ്ടി തന്നെ പറയാം നമ്മുടെ കയ്യിൽ വന്നിട്ട്. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ ആയി നമുക്ക് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും കുറച്ച് ഡിലേ ആയി. ഇപ്പോഴാണ് ഇപ്പോൾ നമുക്ക് എല്ലാ പൂർണ്ണമായിട്ടുള്ള വർക്ക് ഫിനിഷായി നമുക്ക് ഡെലിവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ വന്നത് ഇത് സിൽവർ കളർ വണ്ടിയായിരുന്നു. അതിന് നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കറക്റ്റ് കമ്പനി കോഡിൽ വരുന്ന കളറാണ് ഇപ്പോൾ ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. അതും കസ്റ്റമർ തന്നെയാണ് കൊല്ലത്തു നിന്നാണ് കൊണ്ടുവന്നേക്കുന്നത്. കളർ എടുത്ത് അവർ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള നിസാമുക്കാടെ വണ്ടിയുടെ കളർ കോഡ് എടുത്തിട്ട് ഡ്യൂപോണ്ടിൻ്റെ പെയിൻറ്റ് അതന്നെ എടുത്തിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു കളറിന് ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു പിക്കോക്ക് കളറാണ്. അതുമാത്രമല്ല അത് ഒറിജിനൽ കളറിന് കാണാൻ തന്നെ ഭംഗിയാണ്. നമ്മൾ ഇപ്പോഴും ഈ കളർ ടൂണിൽ തന്നെയാണ് ബാക്കിയുള്ള വണ്ടികളെല്ലാം നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് വണ്ടികളിപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചു തീർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8-9 വണ്ടിയോളം നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് നിൽക്കുന്നുണ്ട്. രണ്ടില്ല നമുക്ക് ഇവിടെ തന്നെ 5 വണ്ടിയോളം നമ്മൾ ഫിനിഷ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്ക് ഫിറ്റിങ്സിന് വേണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയ ചെറിയ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്ര തന്നെ ചെയ്താലും ലാസ്റ്റ് അവസാനമാകുമ്പോൾ ക്ലീനിങ്ങിൻ്റെ പ്രശ്നം നല്ലൊരു ഇതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ റൂഫാണെന്നുണ്ടെങ്കിലും സീറ്റാണെന്നുണ്ടെങ്കിലും പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഉള്ളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ അതിനകത്ത് അഴുക്ക് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്താണ് നമ്മൾ ആ ക്ലീനിങ്ങിൻ്റെ പരിപാടികളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. വാക്സ് ഇടുന്നത് കാര്യങ്ങളെല്ലാം കസ്റ്റമർ വരുമ്പോഴായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് അതിൽ പൊടിയും മണ്ണും ചെളിയും കയറാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കസ്റ്റമർ വരുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാറ്. ഇവിടെ ഒരു വണ്ടി ഡെലിവറിക്ക് നിൽക്കുന്നുണ്ട്, ബ്ലാക്ക് സുരേഷ് വണ്ടിയാണ്. ഇതും ഏകദേശം ഈ ഒരു ടൈം തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസമായി. കസ്റ്റമർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എടുക്കാനായിട്ട് എത്തിയിട്ടില്ല. കുറച്ച് ഡിലേ നമുക്ക് എന്തായാലും വരും. ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്ന വണ്ടികൾ കംപ്ലീറ്റും ആ ഒരു മാസമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നത്. ചില വണ്ടികൾ മാത്രം ചെറിയൊരു വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സിൽവർ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ വണ്ടിയും നമുക്ക് സമയം ഡിലേ എന്തായാലും വരുന്നുണ്ട്. പ്രതീക്ഷിച്ച സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിൻ്റെ ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 48 വണ്ടിയോളം ഉണ്ട് ഓൾറെഡി. ഏകദേശം പോയി, എന്നാൽ കുറച്ച് വണ്ടികൾ കയറി വന്നു. എങ്കിലും നമ്മൾ ഒരു വണ്ടിയിൽ ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു 5 വണ്ടി കിടക്കുന്നുണ്ട് നമുക്ക് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട്. ഇതൊക്കെ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയോളം ഇറക്കി നിൽക്കുന്ന വണ്ടികളാണ്. സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ കസ്റ്റമർ നമുക്ക് ചില കസ്റ്റമർ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. ചില കസ്റ്റമർ അതിൻ്റെ പേയ്മെൻറ്റ് അധികം തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പേയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷയമാണ്. എന്താ വെച്ചാൽ ഈ 5 വണ്ടിയിലെ സാധനങ്ങൾ ഇപ്പോൾ ഒരു ലൈറ്റ് സെറ്റ് തന്നെ ഒരു വണ്ടിക്ക് ഒരു ലൈറ്റ് സെറ്റ് ഫുള്ള് സെറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ 29,000 രൂപയാണ്. 28-29 രൂപ ആ റേഞ്ച് വരും. അങ്ങനെ വരുമ്പോൾ തന്നെ 5 വണ്ടിയിൽ കണക്കാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അതിൽ എത്ര രൂപയോളം ആയിട്ടുണ്ട് എന്നുള്ളത്. അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിനകത്ത് എടുത്ത് വെക്കാനായിട്ട് ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ വീഡിയോ കാണുന്നതാണെങ്കിൽ ശരി, നിങ്ങളുടെ വണ്ടി ഇവിടെ നിൽക്കുന്ന വണ്ടികളാണെങ്കിലും ശരി, നമ്മൾ ചോദിക്കാതെ തന്നെ ഒന്ന് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു യൂസായിരിക്കും. അടുത്ത വർക്ക് പ്രോസസ്സിങ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ. എന്ന് വെച്ചാൽ ഒറിജിനൽ ഇടേണ്ട പാർട്സുകൾ നമുക്ക് ഇട്ട് തന്നെ ആവണം. ആ പാർട്സുകൾക്ക് നല്ല വിലയാണ്. അപ്പോൾ നമുക്ക് സ്പെയർ പാർട്സ് തരുന്നവിടെ നിന്നും ഒരു പരിധിയുണ്ട് നമുക്ക് തരുന്നതിന്. ആ ബോണ്ടൊന്ന് അടിക്കുവാനെ ഷായത്, ബോണ്ടടിക്കും. അപ്പോൾ അവർ തരുന്നതിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഡിലേ വരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. ഇത്ര രൂപ ഇത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചില കസ്റ്റമർക്ക് നമുക്ക് അറിഞ്ഞ് തന്നെ പേയ്മെൻറ്റ് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊരു മെയിൻ ഘടകമാണ്, മെയിൻ വിഷയമാണ് നമുക്ക് ഈ ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ അതെല്ലാവരും സഹകരിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എവിടെയും ചിലവാക്കില്ല. നിങ്ങളുടെ വണ്ടിക്കുള്ള സാധനങ്ങൾ മേടിച്ച് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നോക്കുള്ളൂ. പേയ്മെൻറ്റ് ഇല്ലാത്ത പക്ഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോഴൊക്കെ ഏകദേശം നല്ലൊരു എമൗണ്ട് എനിക്ക് ഫണ്ട് ഇപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടികൾക്ക് ഇപ്പോൾ ഒരു ലൈറ്റ് സെറ്റ് കംപ്ലീറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 30,000 രൂപ 40,000 രൂപയാണ്. ചിലപ്പോൾ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ടാവും. കുറച്ച് പൈസ അവിടെ പെൻഡിങ് ഉണ്ട്. ആ എമൗണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് കിട്ടുള്ളൂ. ബാക്കിയുള്ള അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ബുദ്ധിമുട്ടും നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം.
അപ്പോൾ ഓരോ വണ്ടിയായിട്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഇറക്കുന്നുണ്ട്. മാൻ പവർ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ വണ്ടികൾ നമുക്ക് ഇത്രത്തോളം അടിച്ച് നിർത്താനും സാധിച്ചത്. അതുപോലെ തന്നെ ബാക്കിലൊരു 6-7 വണ്ടി ഫുള്ള് വർക്ക് പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഓരോരോ ഘട്ടമായിട്ട് സീറ്റ് വർക്ക്, അതുപോലെ തന്നെ അപ്പോൾസറി വർക്ക്, അങ്ങനെ എല്ലാം ഓരോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ വണ്ടികളും റിലീസാവും. എല്ലാവരുടെയും വണ്ടികൾ അടിച്ച് നിർത്തിയിട്ടുണ്ട്. പോകാനുള്ള കുറച്ച് വണ്ടികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിൻ്റെയും ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതും നമുക്ക് ക്ലിയറായി കിട്ടും. ടൊയോട്ടയുടെ എംബ്ലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൊയോട്ടയുടെ എംബ്ലം ഇത് കസ്റ്റമർ കൊണ്ടുവന്നാണ് ഇതല്ല ജെന്യൂൻ വരുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ചരിഞ്ഞ് നിൽക്കുന്നൊരു ടൈപ്പാണ്. ഇങ്ങനെ ഒരു കേർവ് ആയതുകൊണ്ട് നമുക്ക് സീറ്റിംഗ് കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് ഫിക്സിങ് കറക്റ്റ് ആകാതെ നിൽക്കുന്നത്. ബോണ്ടമേ കറക്റ്റായിട്ട് നിൽക്കില്ല. അത് ഒറിജിനൽ ഇടാണെന്നുണ്ടെങ്കിൽ പക്കാ സീറ്റിംഗ് ആയിരിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ഒറിജിനൽ സെറ്റ് ചെയ്ത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം സീറ്റിംഗ് കറക്റ്റാണ് അതിൻ്റെ. ഇത് ചെറിയൊരു വളവ് പോലെ തോന്നും. പിന്നെ ഹെഡ്ലൈറ്റ് നമ്മൾ ലുമാക്സിൻ്റെ ആയിട്ടിരിക്കണം. ഫ്രണ്ട് ഗ്രില്ല് മാറിയിട്ടുണ്ട്. ഗ്രില്ല് ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഇട്ടിട്ടുണ്ട്. കസ്റ്റമർക്ക് ആ ജെന്യൂൻ എങ്ങനെയാണോ ആ ഒരു ടൈപ്പിൽ തന്നെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു RSൻ്റെ മോഡലിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ യാതൊരുവിധ എക്സ്ട്രാ ഫിറ്റ്മെൻറ്റും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല. ജെന്യൂനിറ്റി എങ്ങനെയാണോ ആ ഒരു രീതിക്ക് പെയിൻറ്റും അതുപോലെ ഗ്രീൻ പിക്കോക്ക് ഗ്രീനാണ് അടിച്ചിരിക്കുന്നത്. കസ്റ്റമർ കൊണ്ടുവന്നതാണ് പെയിൻറ്റ്. അതാണ് നമ്മൾ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റർ ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം നമ്മൾ ഒറിജിനൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഫോഗ് ലാമ്പ് സാധാരണ നോർമലാണ്. പിന്നെ RSൻ്റെ ഒരു അലോയ് വീൽ ഇതിനകത്ത് നമ്മൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. നേരത്തെ അലോയ് വീലില്ല, സാധാ വീലായിരുന്നു. അതിന് RSൻ്റെ അലോയ് വീൽ കയറ്റിയിട്ടുണ്ട്. അതേപോലെ ഡ്രമ്മിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അടിക്കുന്ന പോലെ കോപ്പർ കൊടുത്തിട്ടുണ്ട്. കളർ ഇൻഡിക്കേറ്ററാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതും IGL-ആണ്. നോക്കിയാൽ തന്നെ അറിയാം IGL-ന് ബ്രാൻഡിങ് നെയിം ഉണ്ടാവും. അതിനകത്ത് ടൊയോട്ട ഓയിൽ പാർട്സ് മിറർ സാധാ മിറർ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ പൊലൂര ടൈപ്പാണ് നമ്മൾ അധികം ഇട്ട് കൊടുക്കുക. പക്ഷേ ആ ക്യാമറ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോർമൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻറ്റീരിയറിൽ ചെറിയ പിടിച്ച പാടുകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോമിട്ടിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഡാഷ്ബോർഡോ കാര്യങ്ങളോ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. സ്റ്റിയറിംഗ് വീൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ പാഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ് നമ്മളൊരു ഗ്രേ കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്താണ് ഈ ഒരു കളർ മതിയെന്ന്. അതെടുത്ത് നമ്മൾ ബാക്കിയുള്ള ഭാഗത്ത് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും. പിന്നെ സ്പാർക്കോടെ ഒരു പെഡലും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒരു മാറ്റ് ഫിനിഷ് വരുന്ന ഒരു നാപ്പ മെറ്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനോടെ സെൻട്രൽ കൺസോളും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗിയർ ലിവർ മാറ്റി ഒറിജിനൽ തന്നെ ഇട്ട് കൊടുക്കണം. അതിപ്പോൾ തൽക്കാലം അതിനകത്ത് ഇട്ടതാണ്. പിന്നെ എല്ലാ ബീഡിങ് സെറ്റും നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. ബീഡിങ്ങുകളെല്ലാം നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇടിക്കുന്നത്. ടൊയോട്ടയുടെ ഓയിൽ പാർട്സ് തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കിലും അതുപോലെ ഡ്രമ്മിൽ നമ്മൾ കളർ കൊടുത്തിട്ടുണ്ട്. വാഷ് ചെയ്യണം, വാഷ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഇൻറ്റീരിയർ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഡോറെല്ലാം അടച്ചതിന് ശേഷം പിന്നെ പുറമേ ഒന്ന് വാഷ് ചെയ്ത് വാക്സ് ഇട്ടിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ബാക്ക് ലൈറ്റും അതുപോലെ തന്നെ നമ്മൾ ഒറിജിനൽ തന്നെ ഇട്ടിട്ടുണ്ട്. ബാക്ക് വൈപ്പർ നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു ടൈപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്പർ പ്ലേറ്റ് ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല കേട്ടോ. RS അല്ല, GS ആയിരുന്നു വണ്ടി. പിന്നെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്താണ്. ബാക്കിൽ ക്രോമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. മാക്സിമം പാർട്സുകളെല്ലാം OE പാർട്സ് തന്നെയാണ്. അതുപോലെ സർവീസ് പാർട്സും ഇതുപോലെ എയർ ഫിൽറ്റർ തൊട്ട് ഓയിൽ ഫിൽറ്റർ തൊട്ട് എല്ലാ സാധനവും ഡീസൽ ഫിൽറ്റർ എല്ലാം നമ്മൾ ഒറിജിനൽ പാർട്സ് ഇട്ട് തന്നെയാണ് സർവീസ് ചെയ്തേക്കുന്നത്. പിന്നെ സെൻട്രലൈസിൽ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ആ സൗണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലൈസിയുടെ മോട്ടർ ഇപ്പോൾ കിട്ടാനുണ്ട്. സാധനം വരുന്നുണ്ട്. 4000 ചില്ലാൻ രൂപയോളം വരുന്നുണ്ട്. 2-3 എനിക്ക് സ്റ്റോക്ക് കിട്ടി. ഇനിയിപ്പോൾ അടുത്തതും നമ്മൾ എടുക്കുന്നുണ്ട്. സാധനം എടുത്തിട്ട് കുറേ വണ്ടികൾക്ക് കംപ്ലയിൻ്റ് ഉണ്ട്. ആ ഒരു കംപ്ലയിൻറ്റ്. പക്ഷേ AC-യുടെ വെൻറ്റ് നമ്മൾ ക്ലിയർ ആക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ തിരക്കിൻ്റെ അടുത്ത് അതും കൂടെ എടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അത് എടുക്കുന്നില്ല. മോട്ടർ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. 4000 ചില്ലാൻ രൂപ ഒറിജിനൽ വരുന്നുണ്ട്. സാധാരണ നോർമൽ ആണെങ്കിൽ 1600 രൂപ എന്തോ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു 3 മോട്ടർ മേടിച്ചിട്ടാണ് ഡെൻസോടെ ഒറിജിനൽ മോട്ടർ മേടിച്ചിട്ടാണ് സെറ്റ് ചെയ്ത് തന്നെ. പിന്നെ ബാക്കിൽ സൈലൻസർ, ഒരു മഫ്ലർ, ഡബിൾ മഫ്ലർ വെച്ചിട്ടുണ്ട്. അതാണ് ഒരു എക്സ്ട്രാ ഫിറ്റ്മെൻറ്റ് എന്ന് പറയാനായിട്ട് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഔട്ടറിൽ. ബാക്കിയെല്ലാം ആ ഒരു ജെന്യൂനിറ്റി തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. കളർ കണ്ടാലും നിങ്ങൾക്കറിയാം കറക്റ്റ് ഒരു മിറർ ഫിനിഷിങ്ങിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതില്ല ഇതിനാണെങ്കിലും നമുക്ക് കറക്റ്റ് മിറർ ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ പെയിൻറ്റ് അടിച്ചതുപോലെ ഡൂപ്പോണ്ട് പെയിൻറ്റ് അതിൻ്റെ ക്ലിയറും അടിച്ചിട്ട് നമ്മൾ കട്ടിങ് പോളിഷും ചെയ്യുമ്പോൾ തന്നെ അത് വൃത്തിയായി നീറ്റായിട്ട് വരും. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു കട്ടിങ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് പക്കാ നീറ്റായിരിക്കും കാണാനായിട്ടും എല്ലാം. അതുപോലെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് ഇതിനകത്ത് വരും. ഇപ്പോൾ മൊത്തം മഴക്കാറായതുകൊണ്ട് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. വെയിലത്തൊക്കെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഫിനിഷിംഗ് ആയിരിക്കും കാണാനായിട്ട് തന്നെ. പിന്നെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മഡ് ഫ്ലാപ്പ് ഇത്തിരി ഇറങ്ങി നിൽക്കുന്ന പോലെ തന്നെ മഡ് ഫ്ലാപ്പ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്റ്റീലും കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ബാക്കിലേക്ക് നമ്മൾ പൈനിയറിൻ്റെ 600 വാട്ട്സിൻ്റെ സ്പീക്കറാണ് റിയറിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്ക് ഓർക്കും താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ വിനൽ മാറ്റ് ബ്ലാക്കാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഡോർ കാർഡും അതേപോലെ സ്പീക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് കസ്റ്റമർ നോക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ക്ലീനിങ് കാര്യങ്ങൾ നടക്കണം. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ക്ലീനിങ് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം ഒന്ന് വെള്ളം ഒടിച്ചൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു വാക്സ് ഇട്ട് നിർത്തി കഴിഞ്ഞാൽ പക്ക ഫിനിഷാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഏകദേശം എല്ലാം ഒറിജിനൽ പാർട്സ് ഇട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് തന്നെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഏകദേശം എല്ലാ പാർട്സും ഹെഡ്ലൈറ്റ് ലുമാക്സ്, ഫോഗ് ലാമ്പ് നോർമൽ, ബാക്കിയുള്ള ഇൻഡിക്കേറ്റർ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒറിജിനൽ. സർവീസ് പാർട്സുകളാണ് മെയിനായിട്ട്. സർവീസ് പാർട്സുകൾ കംപ്ലീറ്റും ഒറിജിനലാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് ചെയ്തത്. അത് കസ്റ്റമറുടെ പ്രത്യേക റിക്വസ്റ്റാണ്, ഈ പാർട്സ് മാത്രം ഇട്ടാൽ മതി എന്നുള്ളത്. അത് തന്നെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഇതാണിപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയും വർക്ക് നമുക്ക് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.